ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ഹംപിയിലേക്കാണ്. ഹംപി വിജയനഗര എംപയറിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ ട്രെയിൻ ഇറങ്ങി ഗംഗാവതിയിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. ഇതാണ് ഹംപിയിലെ ഫേമസ് ആയിട്ടുള്ള വിത്താല ടെമ്പിൾ. 15ാം സെഞ്ചുറി AD-യിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ദേവരായ 2 ആണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. വിത്താല എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ ഒരു ഫോമാണ് കേട്ടോ. തുംഗഭദ്ര നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ വിജയ വിത്താല ടെമ്പിൾ എന്നും ഇത് അറിയപ്പെടുന്നു. ദ്രാവിഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിലാണ് വിത്താല ടെമ്പിൾ നിർമ്മിച്ചിട്ടുള്ളത്. ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹംപിയിലെ വിത്താല ടെമ്പിളിലാണ്. ഹംപിയിലെ ഏറ്റവും വലിയ ടെമ്പിളുകളിൽ ഒന്നാണ് വിത്താല ടെമ്പിൾ. ഇവിടെ 50 രൂപ നോട്ടിൽ കാണിച്ചേക്കുന്ന സ്റ്റോൺ ചാരിയറ്റിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സ്റ്റോൺ ചാരിയറ്റ് ഇന്ത്യയിലെ പ്രസിദ്ധമായ 3 സ്റ്റോൺ ചാരിയറ്റുകളിൽ ഒന്നാണ് ഇത്. വളരെയധികം കൊത്തുപണികളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ സ്റ്റോൺ ചാരിയറ്റ്. ഇത് ഗരുഡനാണ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ഹിന്ദു മിത്തോളജി പ്രകാരം ഗരുഡനാണല്ലോ മഹാവിഷ്ണുവിൻ്റെ വാഹനം. ഇവിടെ കുറേയധികം മണ്ഡപങ്ങളുണ്ട്. മഹാമണ്ഡപം അല്ലെങ്കിൽ മെയിൻ ഹാൾ, രംഗമണ്ഡപം, കല്യാണ മണ്ഡപം, ഉത്സവ മണ്ഡപം, അങ്ങനെ എല്ലാ മണ്ഡപങ്ങളും കൊത്തുപണികളാൽ നിറഞ്ഞതാണ്. പണ്ട് കാലത്തെ ഈ കൊത്തുപണികളെല്ലാം കണ്ടാൽ നമ്മുടെ കണ്ണ് തന്നെ തള്ളിപ്പോകും. അത്രയ്ക്കും ഒന്നിനൊന്ന് മികച്ചതാണ് എല്ലാതും. കൊത്തുപണികൾ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാം വളരെയധികം കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും കൂടിയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബേസിൽ തന്നെ നിങ്ങൾക്ക് കാണാം കുതിര, ഭടന്മാർ, അതുപോലെ തന്നെ അരയന്നങ്ങൾ, ദൈവങ്ങളുടെ എല്ലാം കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. ഇത്രയും മനോഹരമായ ഇടം ഇന്ന് ഏതാണ്ട് നശിച്ച രീതിയിലാണ്. എങ്കിലും ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മാക്സിമം നോക്കുന്നുമുണ്ട്. ഇത്രയും ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ നശിപ്പിച്ചത് മുഗൾസുമായിട്ടുള്ള അറ്റാക്കിലാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇത് നിർമ്മിച്ചിട്ടുള്ള രീതി കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു. അകത്തെല്ലാം നല്ല തണുപ്പാണ്, പുറത്ത് അത്യാവശ്യം ചൂടുണ്ട് താനും. ഒരു കല്ലിനെ പോലും ഇവർ വെറുതെ വിട്ടിട്ടില്ല. ഏത് കല്ലാണെങ്കിലും അതിൽ എന്തെങ്കിലും കൊത്തുപണികൾ ഉണ്ടാവും. അത്രയ്ക്ക് മനോഹരമാണ് ഈ സ്ഥലം. ഇതിൻ്റെ മുകൾ ഭാഗമെല്ലാം കത്തിക്കരിഞ്ഞ നിലയിലാണ്. എന്താണ് പറ്റിയതെന്ന് അറിയില്ല. താഴെ ഗ്രാനൈറ്റിനാൽ നിർമ്മിക്കപ്പെട്ടത് കാരണം തന്നെ അതെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നു. ഇവിടെ വിഗ്രഹമൊന്നും ഇല്ല, എങ്ങോട്ടോ മാറ്റപ്പെട്ടതായിട്ടാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്.
ഈ സ്റ്റോൺ ചാരിയറ്റിൻ്റെ വീൽസ് എല്ലാം ഒരിക്കൽ പ്രവർത്തിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഗവൺമെൻറ് ഇപ്പോൾ ഇതിൻ്റെ വീൽസ് എല്ലാം സിമെൻറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം അത് ഇനിയും കേടുവരാതിരിക്കാനായിരിക്കാം. ഇവിടെ പിന്നെ രംഗമണ്ഡപമുണ്ട്. അതെന്ന് പറയുന്നത് വളരെ വലിയൊരു മണ്ഡപമാണ്. അവിടെ 56 മ്യൂസിക് പില്ലേഴ്സാണ് ഉള്ളത്. ഈ മ്യൂസിക് പില്ലേഴ്സ് സരിഗമ പില്ലേഴ്സ് എന്ന് അറിയപ്പെടുന്നു. കാരണം അതിൽ നിന്ന് മ്യൂസിക്കൽ നോട്ട്സ് കേൾക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങളൊന്നും കേട്ടൊന്നുമില്ല. പണ്ട് കാലത്തുള്ള ഇവരുടെ കഴിവ് പറയാതിരിക്കാൻ വയ്യ. കൊത്തുപണികളിലെല്ലാം ഡീറ്റെയിലിംഗ് അത്രയും സൂക്ഷ്മതയോടെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അന്നത്തെ കാലത്ത് ഇത്രയും സൗകര്യങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും ഇവർ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നത് നരസിംഹാവതാരമാണ് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തെല്ലാമോ നിറക്കൂട്ടുകളും ഇവർ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സൂക്ഷിച്ചു നോക്കിയാൽ ചുവപ്പ്, പച്ച, ഓറഞ്ച് എന്നീ നിറങ്ങൾ നമുക്ക് കാണാനാകും. പക്ഷെ കാലപ്പഴക്കം കൊണ്ട് കുറേയൊക്കെ മങ്ങിപ്പോയിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ചെയ്തിരിക്കുന്ന വർക്ക് കണ്ടോ? എന്തൊരു കഴിവുള്ളവരായിരിക്കും അന്നത്തെ ആളുകൾ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. വിതാല ടെമ്പിളിൻ്റെ മുന്നിൽ നിന്ന് നമുക്ക് ഇങ്ങനത്തെ ബുക്കും ഒരുപാട് ഫ്രിഡ്ജ് മാഗ്നറ്റ്സും ഒക്കെ വാങ്ങാൻ സാധിക്കും. അതിലൊരു ബുക്കാണ് ഇത്. നല്ലൊരു ബുക്കാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ്. ഞങ്ങൾ ഈ ബുക്ക് ആ അമ്പലത്തിൽ തന്നെ മറന്നു വെച്ചു കേട്ടോ. ഫോട്ടോ എടുക്കാനുള്ള ലൊക്കേഷൻ തേടി നടക്കുകയാണ് ഞങ്ങൾ. ഓരോ പുതിയ ഐഡിയയും കൊണ്ട് എല്ലാവരും കൂട്ടിനുണ്ടൊപ്പം. ഈ അമ്പലത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഇപ്പോൾ നമുക്ക് കയറാൻ അനുമതിയില്ല. കാരണം അവിടെയെല്ലാം റിപ്പയർ വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അമ്പലത്തിൻ്റെ മുകൾ ഭാഗമെല്ലാം ഇഷ്ടിക പോലത്തെ എന്തോ ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ താഴെയെല്ലാം ഗ്രാനൈറ്റ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളോട് പറയുവാനായി ബുക്ക് നോക്കി എന്തെല്ലാം പഠിക്കുന്ന തിരക്കിലാണ് ഞാനും. ഇതാണ് സ്റ്റോൺ ചാരിയറ്റിൻ്റെ മുൻവശം. ഇതൊന്നും ഇപ്പോൾ അനക്കാനോ ഒന്നും പറ്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിമൻ്റ് ഇട്ട് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. മുൻവശത്തെ ആനയുടെ തുമ്പിക്കൈയും മറ്റും എല്ലാം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
ഒരു ആർക്കിടെക്ചർ മാർവൽ എന്ന് തന്നെ നമുക്ക് ഈ ക്ഷേത്രത്തെ അഭിസംബോധന ചെയ്യാം. ഇതാണ് വിത്താല മാർക്കറ്റ്. ഇവിടെ ഹോഴ്സ് ട്രേഡിന് ഫേമസ് ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പുറം രാജ്യങ്ങളിൽ നിന്ന് പോലും ഒരുപാട് കച്ചവടക്കാർ ഇവിടെ എത്തിയിരുന്നു. ഇതാണ് ക്വീൻസ് ബാത്ത്. ആരാണിത് ഉപയോഗിച്ചിരുന്നതെന്ന് വ്യക്തമല്ല. ഇൻഡോ മുസ്ലിം ആർക്കിടെക്ചറിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്വീൻസ് ബാത്തിൻ്റെ പല ഭാഗങ്ങളും നശിപ്പിക്കപ്പെട്ട രീതിയിലാണ് ഉള്ളത്. വിത്താല ടെമ്പിളിൻ്റെ അത്ര ഭംഗിയൊന്നുമില്ലെങ്കിലും ഇതും ഒരു ഏൻഷ്യൻ്റ് ക്രിയേഷൻ തന്നെയാണ്. ഇത് ഒരു യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ ഹംപി എവിടെ തിരിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ഈ സ്ഥലത്തിനുണ്ട്. എല്ലാ സ്ഥലങ്ങൾക്ക് മുന്നിലും ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ടാവും അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട്. അതുകൊണ്ട് നമുക്കത് വായിച്ചാൽ മതി. ഒരു ഗൈഡിൻ്റെയും ആവശ്യമൊന്നും ഇവിടെ ഇല്ല. ഇനിയാണ് മഹാനവമി ഡിബ്ബ. മഹാനവമി ഡിബ്ബ എന്ന് പറയുന്നത് മഹാനവമിക്കും അതായത് ദസറയ്ക്കുമൊക്കെ രാജാവ് ഇവിടെ ഇരുന്നിട്ടാണ് പരിപാടികൾ കാണുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇത് കുറച്ച് ഹൈറ്റിലുള്ള സ്ഥലമാണ് രാജാവിന് ഇരിക്കാനുള്ളത്. ഈ കാണുന്ന സ്ട്രക്ചറിൻ്റെ മുകളിൽ ഇരുന്നാണ് പണ്ട് രാജാവ് എല്ലാം വീക്ഷിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കല്ലുകളിലും കൊത്തുപണിയുണ്ട്. ആന, കുരങ്ങൻ, കുതിര, ഭടന്മാർ, സ്ത്രീകൾ ഇവയെല്ലാം കൊത്തുപണി ചെയ്തു വെച്ചിട്ടുണ്ട്. ഓരോ കല്ലിലും എന്തെങ്കിലുമൊക്കെ ഇവർ ചെയ്തിട്ടുണ്ടാവും. ഇവിടെയുള്ളവർ നല്ല കുത്തുപണിക്കാരായിരുന്നു എന്ന് വേണം പറയാൻ. ഈ മഹാനവമി ഡിബ്ബയുടെ മുകളിൽ നിന്ന് നോക്കുന്ന വ്യൂ ആണ് ഇത്. എല്ലാം വ്യക്തമായി തന്നെ കാണാം. ഇവിടെ ഒരു ഇതെല്ലാം മണ്ണിനടിയിൽ നിന്നും എക്സ്കവേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. തുംഗഭദ്ര നദി ഗതിമാറി ഒഴുകിയതിനെ തുടർന്ന് ഇതെല്ലാം മണ്ണിനടിയിലായി പോയിരുന്നു. വിജയനഗര എംപയർ മുഗൾസ് നേരത്തെ തന്നെ നശിപ്പിച്ചിരുന്നല്ലോ. അവർ ഈ നഗരത്തിന് തന്നെ തീയിട്ടു എന്നാണ് പറയപ്പെടുന്നത്. അതിനാലാണ് നേരത്തെ കാണിച്ച ക്ഷേത്രങ്ങളിലെ എല്ലാം മുഗൾ ഭാഗം കത്തിക്കരിഞ്ഞ നിലയിൽ കാണാൻ സാധിച്ചത്. ഇവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. നല്ല സുഖമുള്ള കാലാവസ്ഥ. പുറത്തിറങ്ങി നടക്കുമ്പോൾ ചെറിയ കാറ്റും ചെറിയൊരു തണുപ്പും എന്നാൽ വെയിലും ഒക്കെയുള്ളൂ. ഇനിയാണ് സീക്രട്ട് ചേംബർ. ഇതിനകത്ത് എന്താണെന്ന് ഒന്ന് നോക്കിയിട്ട് തന്നെ കാര്യം. Guys, we have found a secret chamber here. We are going to explore. We don't know what is inside. Come. It's really scary, guys. We don't have enough lights here. It feels like we are going to a treasure hunt. There's a way here. We can go right there and check. Okay, here. Finally, guys, we have reached our destination. Yes, this is the secret. That's secret. This is the publicly visible.
ഇതാണ് പുഷ്കരണി. നിറയെ വെള്ളമുണ്ട് ഇതിൽ. പൂജയ്ക്കും മറ്റ് പൂജാകർമ്മങ്ങൾക്കും ഒക്കെ ആയിട്ടാണ് ഇതിലെ വെള്ളം ഉപയോഗിക്കുന്നത്. കുറേ സ്റ്റെപ്പുകളെല്ലാമായി വളരെ ഭംഗിയിലാണ് ഈ പുഷ്കരണി നിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് പബ്ലിക് ബാത്ത്. കുളിക്കാനും മറ്റ് കൃഷി ആവശ്യങ്ങൾക്കും ഒക്കെ ആയിട്ടാണ് ഇതിലെ വെള്ളം ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇറങ്ങാനെല്ലാം പടിക്കെട്ടുകളുണ്ട്. പിന്നെ വസ്ത്രം കഴുകാനും എല്ലാത്തിനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. അടുത്തതായി ഞങ്ങൾ പോയത് ഹസാരാറാം ടെമ്പിളിലാണ്. ഈ ടെമ്പിളും വിജയനഗര കിങ് ആയ ദേവരായ 2 ആണ് നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഇത് രാമന്റെ ഒരു ക്ഷേത്രമാണ്. ഹസാരാറാം ടെമ്പിൾ എന്ന് പേര് വരാൻ കാരണം രാമായണത്തിലെ 1000 കഥകൾ ഇവിടെ സ്റ്റോണിൽ കാർവ് ചെയ്തിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. രാമന്റെയും ലക്ഷ്മണന്റെയും സീതയുടെയും സ്റ്റാച്യൂസ് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടം കാലിയാണ്. പിന്നെ ഇവിടെയും തൂണുകളിലെല്ലാം കല്ലുകളിലെല്ലാം കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം രാമായണത്തിലെ കഥകളെയാണ് സൂചിപ്പിക്കുന്നത്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കലാ കൊത്തുപണികളിലുള്ള കഴിവും പിന്നെ രാമനോടുള്ള അവരുടെ അടങ്ങാത്ത ഭക്തിയും ഒക്കെയാണ് ഇവിടം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. പ്രദക്ഷിണം വയ്ക്കാനുള്ള അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു പേയ്മെന്റ് ആണ് ഇത്. പക്ഷേ അകത്തെല്ലാം സൂര്യപ്രകാശം പതിക്കാൻ ഉള്ള ഹോളുകളെല്ലാം അവർ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ വാച്ച് ടവർ. അതായത് ഭടന്മാർ ഇവിടെ ഇരുന്ന് ചുറ്റും നിരീക്ഷിക്കുന്നു എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. ഇത് ലോട്ടസ് മഹലാണ്. പണ്ടുകാലത്ത് രാജ്ഞി ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്ത് ഭംഗിയിലാണിത് നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ? ഇത് എലിഫന്റ് സ്റ്റേബിൾ, അതായത് നമ്മുടെ ആനക്കൊട്ടൻ. പണ്ടുകാലത്ത് ആനകളെല്ലാം താമസിച്ചിരുന്നത് ഇവിടെയായിരുന്നു.
ഇപ്പോൾ നമ്മൾ പോകുന്നത് അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിളിലോട്ടാണ്. ഇതിൻ്റെ ചുറ്റുപാടുമെല്ലാം നശിച്ച രീതിയിലാണ്. പിന്നെ ഈ അമ്പലത്തിൽ മൊത്തം വെള്ളം കയറി കിടക്കുകയാണ്. പ്രോപ്പറായിട്ടുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ ഈ വെള്ളം എല്ലാം ഒഴുകിപ്പോയി ഇവിടെ എല്ലാം നീറ്റായി ഇടാൻ സാധിക്കുമായിരുന്നു. അതുമാത്രമല്ല ഉള്ളിലേക്കൊന്നും നമുക്കിപ്പോൾ പോകാൻ പറ്റില്ല, കാരണം എല്ലാം വെള്ളം കൊണ്ട് മൂടപ്പെട്ട രീതിയിലാണ്. സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് നന്ദിയുടെ പകുതി ഭാഗം കാണാം. അപ്പോൾ അതിൻ്റെ അകത്ത് ധാരാളം വെള്ളമുണ്ട് എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. അതുമാത്രമല്ല വവ്വാലുകളുടെ കാഷ്ടം കൊണ്ടും ഇവിടെ നിറഞ്ഞിരിക്കുന്നു. നാറ്റമാണെങ്കിലും അസഹ്യമാണ്. അടുത്ത ലൊക്കേഷൻ നരസിംഹസ്വാമിയുടെ ഒരു സ്റ്റാച്ചു ആണ്. ഇത് കണ്ടാൽ ഉഗ്ര നരസിംഹസ്വാമിയായി തോന്നുമെങ്കിലും ഇത് ലക്ഷ്മി നരസിംഹസ്വാമിയാണ്. പക്ഷേ ഇതിൻ്റെ പല ഭാഗങ്ങളും നശിപ്പിക്കപ്പെട്ട രീതിയിലാണ്. ഇത് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ആൻഡ് ടോളസ്റ്റ് നരസിംഹസ്വാമി രൂപങ്ങളിൽ ഒന്നാണ്. ഇത് ബടുവലിംഗ. ബടുവ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടത്, ലിംഗം ശിവലിംഗത്തെയും സൂചിപ്പിക്കുന്നു. ഇതൊരു പാവപ്പെട്ട സ്ത്രീയാണ് ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. വർഷം മുഴുവനും ഇതേപോലെ വെള്ളം നിറഞ്ഞ രീതിയിലാണ് ഈ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത്. അവിടെ അടുത്തു തന്നെയാണ് കടലേക്കല്ല് ഗണേശ ടെമ്പിൾ ഉള്ളത്. 15 അടി ഉയരമുള്ള ഗണേശ വിഗ്രഹമാണ് ഇവിടെയുള്ളത്. ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഗണേശ വിഗ്രഹത്തിൻ്റെ വയറ് കണ്ടാൽ ബംഗാൾ ഗ്രാമവുമായി സാമ്യമുള്ളതിനാലാണ് ഇതിനിങ്ങനെ ഒരു പേര് വന്നിട്ടുള്ളത്. ഇത് ഹംപിയിലെ തന്നെ ലാർജസ്റ്റ് സ്റ്റാച്ചുകളിൽ ഒന്നാണ്. ഹേമകുണ്ട ഹില്ലിൻ്റെ സ്ലോപ്പിലാണ് ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ പോയപ്പോൾ ഇവിടെ 10 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കെമിക്കൽ വാഷ് നടക്കുകയായിരുന്നു. ഗണേശോത്സവമല്ലേ വരുന്നത്, അതിനു മുമ്പേ ഉള്ള ഒരു കെമിക്കൽ വാഷ്. ഇവിടെ നിന്ന് നോക്കിയാൽ വിരൂപാക്ഷ ടെമ്പിളും നമുക്ക് കാണാം. ബാക്കിയുള്ള എല്ലാ അമ്പലങ്ങളിലും കണ്ടതുപോലെ തന്നെ ഇവിടെയും കൊത്തുപണികൾ ധാരാളമുണ്ട്. ഇങ്ങനെ നീണ്ടതും വണ്ണം കുറഞ്ഞ രീതിയിലുമുള്ള പില്ലേഴ്സ് ഹംപി ആർക്കിടെക്ചറിന്റെ യുണീക്ക് സ്റ്റൈലായിട്ടാണ് കരുതപ്പെടുന്നത്. ഈ കാണുന്നതാണ് വിരൂപാക്ഷ ടെമ്പിൾ. ഇതാണ് പ്രസിദ്ധമായിട്ടുള്ള ആ ഗണേശ വിഗ്രഹം. 15 അടി ഉയരമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത വിഗ്രഹം. തുംഗഭദ്ര നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന വിരൂപാക്ഷ ടെമ്പിളാണ് ഈ കാണുന്നത്. ഈ ക്ഷേത്രവും ദേവരായ 2 ആണ് നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴും പൂജയും ആരാധനയും എല്ലാം നടക്കുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. ശിവഭഗവാനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പമ്പാപതി അല്ലെങ്കിൽ വിരൂപാക്ഷ എന്നാണ് അറിയപ്പെടുന്നത്.
എല്ലാ കല്ലുകളും കൊത്തുപണികളാൽ സമ്പന്നമാണ്. വിജയനഗര സാമ്രാജ്യം മുഴുവൻ നശിപ്പിക്കപ്പെട്ടുവെങ്കിലും ഈ ദ്രവീഡിയൻ ടെമ്പിൾ മാത്രം വലിയ കേടുപാടുകളൊന്നുമില്ലാതെ ഇന്നും നിലനിൽക്കുന്നു. ശിവന്റെ വാഹനമായ നന്ദിയോട് എന്ത് കാര്യം പറഞ്ഞാലും ഫലിക്കുമെന്നാണല്ലോ. അങ്ങനെ ചില കാര്യങ്ങൾ പറയുന്ന തിരക്കിലാണ് ഞാൻ. ഇത് മാതംഗ ഹിൽസ് കയറി നോക്കാം. കുറച്ച് കഴിഞ്ഞാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇതാണ് നമ്മുടെ ബാലികേറ മല. ഇതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. ഇവിടെ മാതംഗ എന്ന് പറയുന്ന ഒരു മുനി തപസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ബാലി, അതായത് കുരങ്ങ് രാജാവായ ബാലി ഒരു ഡീമൺ, അതായത് ദുന്ദുബിയെ കൊന്ന് ഇവിടെ ഇട്ടേച്ചു പോയത്. ദേഷ്യം വന്ന മുനിയാകട്ടെ ബാലിയെ ശപിച്ചു. അതായത് പുള്ളി ഈ മല കയറി വരികയാണെങ്കിൽ അപ്പോൾ തന്നെ മരിച്ചു വീഴുമെന്ന്. അങ്ങനെയാണ് ഇത് ബാലികേറ മലയായി മാറിയത്. ഈ മാതംഗ ഹിൽസ് വിജയനഗര എംപയറിന് ഒരു നാച്ചുറൽ ബൗണ്ടറി ആയിട്ടാണ് സ്ഥിതി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിജയനഗര സാമ്രാജ്യം ഇവിടെ നിർമ്മിക്കുവാൻ സംഗമ ബ്രദേഴ്സ് തീരുമാനിച്ചത്. ഇവിടെ സൺസെറ്റ് കാണുക എന്നുള്ള ഉദ്ദേശമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾക്കതിന് കഴിഞ്ഞില്ല കേട്ടോ. വാനര സാമ്രാജ്യം മൊത്തം താഴെയുണ്ടായിരുന്നത് കൊണ്ടും അവർ അക്രമാസക്തരായതുകൊണ്ടും ഞങ്ങൾക്ക് പകുതി വെച്ച് തന്നെ തിരിച്ചു വരേണ്ടി വന്നു. ഈ കാണുന്നതാണ് തുംഗഭദ്ര നദി. ദേ ആ കാണുന്നതാണ് സൗത്ത് ഹംപി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതാണ് നോർത്ത് ഹംപി. ഞാനിപ്പോൾ ഉള്ളത് അഞ്ജനാദ്രി ഹില്ലിലാണ് കേട്ടോ. ഇതാണ് അഞ്ജനയുടെയും ഹനുമാന്റെയും വാസസ്ഥലം എന്ന് കരുതപ്പെടുന്നത്. ഹനുമാൻ ജന്മഭൂമി എന്നും അറിയപ്പെടുന്നു. ഇവിടെ ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട്. ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു. കുറച്ചൊക്കെ മഴ നനഞ്ഞെങ്കിലും വേർത്ത് ആയിരുന്നു ഇത്. അങ്ങനെ ഞങ്ങളുടെ ഈ ചെറിയ ട്രിപ്പ് അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം. ബൈ ബൈ.